അരുൺ പറഞ്ഞ പോലെ ഞാൻ ഈ കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അവകാശവും പറഞ്ഞുകൊണ്ട് അരുൺ തോമസ് വരില്ല എന്ന് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ? അതെ, ആ ഒരു ഉറപ്പ് എനിക്ക് വേണം. വേണം അരുൺ, ആ ഒരു ഉറപ്പ് എനിക്ക് വേണം. എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ വീട്ടുകാരും ബന്ധുക്കളും പറഞ്ഞ് ഞാൻ അറിഞ്ഞതാ. വിശ്വസനീയമായിട്ട് തോന്നിയില്ല, പക്ഷേ ഇപ്പൊ തോന്നുന്നുണ്ട്. ശ്രുതിയെ ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതും ഈ നിമിഷം വരെ സംരക്ഷിക്കുന്നതും എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് തരേണ്ടത് അരുൺ മാത്രമല്ല, ഇത്രയും കാലവും ഞങ്ങൾ ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് ശ്രുതി തരുന്ന വാക്കിനാണ് അങ്ങേയറ്റം വിലയുള്ളത്. നിങ്ങൾക്ക് വേണ്ട ഒരു കുഞ്ഞിനാണ് അല്ലേ? ഈ ശ്രുതി നിങ്ങൾക്ക് പ്രസവിച്ച് തരാൻ തീരുമാനിച്ച കുഞ്ഞിനെ, ആ കുഞ്ഞിനെ കൊണ്ടുപോയി നിയമപരമായിട്ട് സംരക്ഷിക്കാൻ ഞാനൊരു തടസ്സമാവില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. ആ കുട്ടിയുടെ പിതൃത്വം ചോദിച്ചോണ്ട് ആരും വരില്ല എന്നും ഞാൻ ഉറപ്പു തരാം. രവിടാ, നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ അമ്മ രേഖാമൂലം സബിത രവിയ. ഈ ഇരിക്കുന്ന ശ്രുതി വെറും ഒരു കാരിയറാ. കഴിഞ്ഞു, ശ്രുതിയുടെ പാർട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ശ്രുതി പ്രസവിച്ച കുഞ്ഞിന്റെ അവകാശം പറഞ്ഞ് ഞാനും വരില്ല, ശ്രുതിയും വരില്ല, ഇനി ആരും വരില്ല. അതുറപ്പാണ്. ഉറപ്പാട്ടാ? ഉറപ്പാണ് രവിയേട്ടാ. സബി, നീ ഒന്നുങ്ങ് വന്നേ. അറിയാലോ, റിസപ്ഷൻ ചെന്നിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഫസ്റ്റ് ഫ്ലോർ, അവിടുന്ന് സ്ട്രൈറ്റ് റൂം നമ്പർ 9. അതിനടുത്ത് നേഴ്സസ് റൂമുണ്ട്. നീ അതുവഴി പോകണ്ട കേട്ടോ. ലെഫ്റ്റ് സൈഡിലൂടെ ചെന്നാൽ ഒരു വാർഡ് കാണാം. ആ വാർഡിലൂടെ കയറി ബാക്കിലൂടെ ചെന്നാൽ ഇഷയുടെ റൂമിൽ കയറാം. പെട്ടെന്ന് അവളെ കണ്ട പോലെ നീ എന്താ എവിടെയെന്ന് ചോദിക്കണം. അവള് മൊത്തത്തിലും തപ്പും. അപ്പോൾ നീ പറയണം, ഞാനൊരു റിലേറ്റീവിൻ്റെ കുഞ്ഞിനെ കാണാൻ ഇവിടെ വന്നതാണെന്ന്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾ താഴെ നിൽക്കുകയാണെന്ന് പറയണം. ഇൻ കേസിൽ അയാൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നിനക്കൂടെ അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർ മുറിയിലേക്ക് വരാൻ പറയണം. ഉടൻ തന്നെ നീ എനിക്ക് അവിടെ നിന്ന് റിങ് ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞ് അവളെയും കൂട്ടി അങ്ങോട്ട് വരണം. അവിടെ ഞാൻ കാണും. പിന്നെ അവളിവിടെ കൊടുത്തിരിക്കുന്നത് ഏത് അഡ്രസ്സാണെന്ന് നീ ഒന്ന് കൺഫേം ചെയ്യണം. ഓക്കെ? അല്ല, സബിത രവി എന്നുള്ള പേരിലല്ല അഡ്മിറ്റ് ആയിരിക്കുന്നത് ഇവിടെ. അത് ശരിയായിരിക്കാം, പക്ഷെ ഒന്ന് കൺഫേം ചെയ്യണ്ടേ? മുടിയൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏത് അഡ്രസ്സാണെന്ന് അറിഞ്ഞാലല്ലേ ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റൂ. ചെല്ല്, ഞാൻ വിളിക്കാം. ഹലോ, സിറിൽ ഹിയർ. ഓ എടി, നീ എവിടെ? ഒരൊറ്റ കീറി വെച്ച് തന്നാലുണ്ടല്ലോ, എത്ര മെയിൽ അയച്ചു, എത്ര
എത്ര മെയിൽ അയച്ചു, നിനക്ക് എത്ര വാട്സപ്പ് ചെയ്തു? സിംഗപ്പൂരോ? എന്റെ മോളെ, എന്താണിത്? എടി നീ വന്നേ പറ്റൂ, ഇറ്റ്സ് അർജന്റ്. അതിനല്ലേ ഞാൻ മെയിൽ അയച്ചത്. ആ അതെ, ഇഷയോ? ആ ഇഷയുടെ കാര്യമൊക്കെ പറയാം, നീ വാ ഇങ്ങോട്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചില്ലേ? ഞാൻ കൊച്ചിയിലുണ്ട്. നീ എവിടെ, കാലിക്കറ്റ് വരുമോ അതോ കൊച്ചിക്ക് വരുമോ? എന്നാ? ആ ഒന്ന് വേഗം വാന്നേ, ആകെ സീരിയസാ. ആ കല്യാണം, എന്റെ കല്യാണമാ. എന്റെ കല്യാണം നീക്കെ കൂടി തുടങ്ങി വെച്ചതല്ലേ, നടത്തിത്താടി. വാടി ഇങ്ങോട്ട്, വേഗം വാ. വന്നിട്ട് വിളിക്കൂ എന്നെ. ആണോ? ഓക്കെ, ഞാൻ ഈ നമ്പറിൽ വിളിക്കാം. ആ അടി ഞാൻ വിളിക്കാം. സിറിലെ അവളിവിടെ ഇല്ല. എന്താ? ഇല്ല, എവിടെ പോയി? അവൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. ആരെ കൊണ്ടുപോയി? അവളെ ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയിന്ന്. നീ റിസപ്ഷനിൽ കറക്റ്റായിട്ട് ചോദിച്ചില്ലേ? ചോദിച്ചു ഞാൻ കാര്യങ്ങള്. ഞാൻ അവിടെ എല്ലാവരോടും ചോദിച്ചു, വാർഡിൽ ചോദിച്ചു, നഴ്സിനോട് ചോദിച്ചു, ഇവിടെ എല്ലായിടത്തും ചോദിച്ചു. നിനക്കെന്താ ഇത്? നീ ചോദിച്ചെന്റെ കുഴപ്പമാണ് ഏഞ്ചൽ. എന്നാ നീ പോയി അന്വേഷിക്കേ. ഹലോ, ആ ഞാൻ പിന്നെ വിളിച്ചോളാം. ആ ശരി ശരി ശരി, ഓക്കെ. അവനൊരു ശ്രുതി, വേറെ ആരും ഇല്ലാത്ത പോലെ. ഓ, എനിക്ക് തന്നെ വേണം. ഞാൻ നിന്നെ വിശ്വസിച്ചതിന്റെ ഫലമായത്. എന്നെ വിശ്വസിച്ചതിന്റെ ഫലമോ? എനിക്കത് മനസ്സിലായില്ലല്ലോ. എടി, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് പോകണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന്. അവിടുത്തെ മുഴുവൻ മൂവ്മെന്റ്സ് അറിയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആരൊക്കെ വരുന്നു പോകുന്നു എല്ലാം. എന്നിട്ട് കേട്ടോ? അതിന് നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നത്? ഈ നാട്ടിലുള്ള സകല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയതാ. അവൾ പ്രസവിച്ച ഹോസ്പിറ്റൽ വരെ ഞാൻ നിനക്ക് കണ്ടുപിടിച്ചു തന്നില്ലേ? അപ്പൊ നീ അല്ല അവളെ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് പോയാലോ അവള്? എത്ര നാളത്തെ കഷ്ടപ്പാടാ, എല്ലാം വെറുതെ ആയില്ലേ? എനിക്ക് പറ്റിപ്പോയി. ഓ, ജീവിതത്തിലെ ഏറ്റവും വലിയ ചതിയായത്. ഇത്ര നാളിവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയാം അവൾ അവിടെ പോയെന്ന്. എന്നാ പിന്നെ നീ അങ്ങ് കണ്ടുപിടിക്കേ. ആ ഞാൻ കണ്ടുപിടിക്കും, എനിക്കറിയാം. ആരെ ഏൽപ്പിച്ചോടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും രേഖാമൂലമുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടല്ലേ പോയിരിക്കുന്നേ. അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും പോയി താമസിക്കും. നീ അവിടെ പോയി അന്വേഷിക്കടാ, അന്വേഷിക്കൂടി, അന്വേഷിച്ച് കണ്ടുപിടിക്കും ഞാൻ. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയില്ലേ? നീ അഡ്മിഷൻ ടേക്കിലെ അഡ്രസ് ചോദിച്ചോ? ഓ, അതിപ്പോ വേണമായിരിക്കും. ദാ കൊള്ളാം കൊള്ളാം. എന്നേക്കാൾ വലിയ ഫ്രോഡോ? കൊള്ളാം, കാണിച്ചു തരാം. പൊളിക്കും ഞാനല്ല, പൊളിച്ചടുക്കും ഞാൻ.
ഹലോ. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ആ, ഞാൻ കുറച്ച് ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരി ഏട്ടാ, ഇപ്പം റേഞ്ച് കേട്ടാവും. ഓക്കെ എന്നാ. മോൾ ഉറങ്ങിയടോ? ഉറങ്ങി. താനിപ്പോൾ എന്തുട്ടാ ആലോചിക്കണേ? നമ്മൾ എങ്ങോട്ടാ സർ പോകുന്നത്? ആരുടെ വീട്ടിലേക്കാ? തനിക്കെന്താടോ പേടിയുണ്ടാ? എടോ, തന്നെയും തൻ്റെ കുഞ്ഞിനെയും ലോകത്ത് ഒരാളും കാണാത്ത അറിയാത്ത സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നമ്മൾ കൂടെ എത്തിക്കും. അല്ല, അത് അത് അതെവിടെയാന്നാ ഞാൻ ചോദിച്ചേ. എടോ, തന്നെ സ്നേഹിക്കണ, തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കുടുംബമുണ്ട്. അന്നാമ്മച്ചിയുടെയും ബേബിച്ചാൻ്റെയും കുടുംബം. സ്വന്തം മോളെ പോലെ അവർ തന്നെ അങ്ങോട്ട് നോക്കിയോളും. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അവരോടും അവർക്ക് എന്നോടും. കൈക്കുഞ്ഞുമായിട്ട് താൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ സ്വന്തം മോളെ പോലെ അവർ നോക്കിക്കോളും. എനിക്കറിയാം. എന്നെ എന്ത് പറഞ്ഞ സർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നേ? സ്റ്റാഫായിട്ടോ അതോ? അതോ? എന്തതോ? അല്ലടോ, ഇന്ന് ഹോസ്പിറ്റലുണ്ടായ സിറ്റുവേഷൻ നമ്മളായിട്ടുണ്ടാക്കിയതല്ലോ. അത് ആ സിറിലല്ലേ, അവനല്ലേ ഈ ലോകത്തുള്ള എല്ലായിടത്തും കുഞ്ഞിൻ്റെ അച്ഛൻ അരുൺ തോമസ് ആണെന്ന് പറഞ്ഞു നടക്കണേ. രവിയേട്ടനും സഭദേശി അങ്ങോട്ട് വിശ്വസിച്ചു. ഒഴിഞ്ഞു പോവില്ലെന്ന് തീരുമാനിച്ച് കൂടിയിരിക്കവൻ. അവൻ കൊണ്ടേ പോകൂ. ഇപ്പോഴും തൻ്റെ വാ മൂടിയത് അവനല്ലേ. അന്ന് ഓഫീസിലുണ്ടായ സെയിം സിറ്റുവേഷൻ. വലിയൊരു സത്യത്തെ മറയ്ക്കാൻ ഇങ്ങനൊരു കള്ളം കൊണ്ട് മൂടേണ്ടി വരണു. എന്തൊരു ഗതികേടാടോ എൻ്റെയും തൻ്റെയൊക്കെ. താൻ ആശങ്കപ്പെടുകയാണെന്ന് എനിക്കറിയാം. എടോ, നമ്മൾ ചെല്ലുന്നിടത്ത് അവർക്ക് നമ്മളെ നല്ലോണം മനസ്സിലാവും. ഒരു കൈക്കുഞ്ഞായിട്ട് താൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഒരു ചോദ്യചിഹ്നമായിട്ടാ. പക്ഷേ അന്നാമ്മച്ചടുത്ത് തനിക്കൊന്നും പറയേണ്ടി വരില്ലടോ. എന്തുട്ട കാര്യം? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവർ ചോദിക്കില്ല. ചോദിക്കാൻ തന്നെ അവരങ്ങോട്ട് മനസ്സിലാക്കിക്കൊള്ളും. ഇനിയിപ്പോ 2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. കുഞ്ഞിനെ രവിയേട്ടനെയും സബിതേച്ചി ഏൽപ്പിച്ചിട്ട് താനങ്ങോട്ട് പോവും. അത്രയും കാലം സബിതേച്ചിയുടെ കുട്ടിയെ താൻ വളർത്തണു. അങ്ങനെ അങ്ങ് വിചാരിച്ച പോരെ? സമാധാനിക്കടോ. ഒന്ന് ചിരിക്കടോ താൻ. ജീവിതം ഇങ്ങനെ കിടക്കലടോ. അവിടെ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി വല്ല പഴോ അച്ചപ്പോ മുറുക്കോ വല്ലതും വാങ്ങിക്കണോ? അതിനിപ്പോൾ എന്താ ചിരിക്കണേ? അതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ ചോദിക്കണേ. എന്തേ വാങ്ങിക്കണ്ടോ? ഉറക്ക? അമ്മയുടെ ചൂട് പറ്റി ഇങ്ങനെ കിടക്ക. ഇങ്ങനെ ചൂട് പറ്റി കിടന്നുറങ്ങിയ ഏതമ്മച്ചിക്കാടോ മക്കളോട് സ്നേഹം ഉണ്ടാവാണ്ടിരിക്കുക? ഞാനിപ്പോ എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് ആലോചിച്ചു പോവാ. എന്നെ എന്തുമാത്രം എൻ്റെ അമ്മച്ചി സ്നേഹിച്ചിട്ടുണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ട അമ്മച്ചി എന്നെ നോക്കിയിട്ടുള്ള പാവട്ട. അതൊക്കെ മനസ്സിലാക്കണേ ഇപ്പളാ. സോറിട്ടാ, തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചു അല്ലേ? അതവിടെ തനിക്കൊന്ന് ഫ്രഷ് ആവണോ? കുടിക്കാൻ എന്തെങ്കിലും വേണ്ടോ? കുറേ നേരമായില്ലേ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കണു. എവിടെയെങ്കിലും നിർത്താട്ടാ.
സബി എന്നാ കടുപ്പം ഒത്തിരി കൂടുതലാണെന്ന് തോന്നുന്നത് എനിക്ക്. നമ്മള് ഒരാളെങ്കിലും കൂടെ പോണായിരുന്നു രവി. പ്രസവിച്ച ഒരു പെണ്ണിനെയും കൊണ്ട് പോകുമ്പോ ഒരു സ്ത്രീയെങ്കിലും കൂടെ പോണ്ടതല്ലേ? അതിന് അവള് സമ്മതിക്കണ്ടേ? നമ്മൾ പറഞ്ഞതല്ലേ, അവക്കല്ലായിരുന്നു പിടിവാശി. ഇനിയിപ്പോ നമ്മുടെ പേര് മാത്രമേ കാണൂ. അവനവളെ എവിടെ കൊണ്ടേ താമസിപ്പിച്ചെന്ന് ആർക്കറിയാം? അവരെങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചതിന് വ്യക്തമായൊരു മറുപടി പോലും പറഞ്ഞില്ല. തിരിച്ചു വിളിക്കാന്ന് വെച്ചാൽ ഒരു നമ്പർ പോലും അവർ തന്നില്ലല്ലോ. രവി എന്താ അതൊന്നും ചോദിക്കാഞ്ഞത്? എടോ, താനും കണ്ടതല്ലേ, തന്റെ മുമ്പിൽ വെച്ചല്ലേ അവൻ അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അവിടെ ചെന്നിട്ട് വിളിക്കാന്നല്ലേ അവര് പറഞ്ഞത്. താൻ ചായ കുടിക്ക്. നമ്മൾ മനസ്സിൽ കരുതി പ്ലാൻ ചെയ്തു പോയതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. മാത്രമല്ല, എന്ത് സംഭവിക്കരുതെന്ന് കരുതിയോ അതാണ് സംഭവിച്ചത്. എനിക്കെന്തോ ഇപ്പൊ തോന്നുന്നു ഇത് ശ്രുതിയുടെയും അയാളുടെയും പ്ലാനിങ് ആയിരിക്കുമെന്ന്. അല്ലെങ്കിൽ പിന്നെ അവൾ ഇത്ര നിർബന്ധപൂർവം ആ അരുണിന്റെ കൂടെ പോവില്ലായിരുന്നു. താനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ. നെഗറ്റീവായിട്ട് ചിന്തിച്ചതല്ല, മനസ്സിന്റെ പേടി കൊണ്ട് പറഞ്ഞതാ. അരുണിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടിട്ട് അയാൾ നമ്മളെ ചതിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അയാൾക്ക് അവളെ വിളിച്ചോണ്ടെങ്കിൽ പോയാൽ പോരായിരുന്നു. എന്നാലും നമ്മളെക്കാൾ വിശ്വാസം ശ്രുതിക്ക് അയാളെയാണല്ലോ. അത് അരുണിന്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കും സബി. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു കൈക്കുഞ്ഞിനെ എടുത്ത് ആരോരും അറിയാത്ത സ്ഥലത്തേക്കും വീട്ടിലേക്കും അയാളോടൊപ്പം അവൾ പോവുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോ അവൾക്ക് അയാൾ നമ്മളെക്കാളും സേഫാന്ന് വിചാരിച്ചു കാണും. ഒരു തരത്തിൽ നമുക്കും അതല്ലേ നല്ലത് സബി. നമ്മളാണ് കൊണ്ട് താമസിപ്പിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലണം, ആൾക്കാർ കാണും, പിന്നെ എങ്ങനെയെങ്കിലും ഇതൊക്കെ പുറത്തറിയും. നമ്മള് അരുണിനോട് അന്ന് നേരിട്ട് ചോദിച്ചില്ലേ ഈ കുഞ്ഞിന്റെ അവകാശി അരുണാണോന്ന്? എന്നിട്ട് അവരത് കേട്ടിരുന്നു. ശ്രുതിയും ഒരക്ഷരം മിണ്ടിയില്ല. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഒരർത്ഥമില്ല, അത് അയാളുടെ തന്നെ കൊച്ചാ. നാളെ ഇതിനെ തരണോ വേണ്ടോ എന്നൊക്കെ അവര് തീരുമാനിക്കും. അപ്പൊ പിന്നെ ഇതൊരു നാടകമായിരിക്കില്ലേ രവി? സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും വിട്ടുകൊടുക്കോ? ചില സാഹചര്യങ്ങളിൽ അത് വേണ്ടിവരും. എത്ര പേരാ നിർദ്ദയം നൊന്തുപെറ്റ കുഞ്ഞിനെ കക്കൂസിലും മൂത്രപ്പെരയിലും തെരുവിലും പുഴയിലൊക്കെ എറിഞ്ഞു കളയുന്നത്. അവരും നൊന്തു പ്രസവിച്ചതല്ലേ. സാഹചര്യം അങ്ങനെയാവുമ്പോ അത് ചെയ്യും. ശ്രുതി വന്നെന്തിനാ? അതിന് തന്നെയല്ലേ. കല്യാണം കഴിയാത്ത പെമ്പിള്ളേര് പിന്നെ എന്ത് ചെയ്യാനാ? നൊന്തു പ്രസവിച്ച കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് മാറത്തിട്ടുകൊണ്ട് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? അതുപോലെ ശ്രുതി അരുണും ചേർന്നെടുത്ത തീരുമാനമായിരിക്കും അത്. കൊല്ലാതെ ആരെങ്കിലും വളർത്തിക്കോട്ടെ എന്ന് കരുതി കാണും. ആയിരിക്കൂല്ലേ രവി? ആയിരിക്കുന്നല്ല, ആണ്. സബി, അരുണിന്റെ അമ്മച്ചിയുടെ മുമ്പിലേക്ക് കുഞ്ഞിനെ കൊണ്ട് ചെല്ലാൻ പറ്റുമോ? അപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ഫ്രീ ആയി. റെക്കോർഡിക്കലി അവള് പ്രസവിച്ചിട്ടില്ല, താനാ കുഞ്ഞിന്റെ അമ്മ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അവർക്ക് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അവകാശം പറഞ്ഞ ആരും വരില്ല എന്ന് അരുൺ തറപ്പിച്ച് പറഞ്ഞതിന്റെ കാര്യം എന്താ? അത് തന്നെ. അരുണും ശ്രുതിയല്ലേ വരേണ്ടത്. അവരല്ലേ നമുക്ക് കുഞ്ഞിനെ തരുന്നത്. പിന്നെ ആര് വരാനാ? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സ്വസ്ഥമായിട്ട് വളർത്താം, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി വീട്ടിൽ ചെന്ന് എന്ത് കളവാ പറയാ? എന്തു പറയാൻ? താൻ വണ്ടി കയറ്. നമുക്കിനി അടുത്തത് ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന്റെ നടപടികളൊക്കെ ചെയ്തായിരുന്നു രവി? അത് ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കോർപ്പറേഷൻ ഓഫീസിൽ അയച്ചു കാണും. അവിടെ പോയി ഒരു അപേക്ഷ കൊടുത്താൽ പിന്നെ അത് വാങ്ങാം. അതിനി ഒരു ദിവസം പോലും വൈകിക്കണ്ട കേട്ടോ. പിന്നെ അതും ചിലപ്പോ ഒരു പ്രശ്നമായി തീരും. അത് നാളെ തന്നെ പോയി ചെയ്യാം. ഞാൻ പോവാം. വീട്ടിലാരും അറിയാതെ ചെയ്യണം. 2 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ ലീഗലി ദത്തെടുത്ത പോലെ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ.